നോക്കാം. ഓക്കെ, നമ്മൾ ഇമ്പോർട്ട് പ്രൊസീജിയർ ആണ് ആദ്യം ഇന്നലെ പറഞ്ഞത്. എക്സ്പോർട്ട് പ്രൊസീജിയർ കഴിഞ്ഞ് ഇമ്പോർട്ട് പ്രൊസീജിയർ. ഇമ്പോർട്ട് പ്രൊസീജിയറിൽ ആദ്യം നമ്മുടെ എക്സ്പോർട്ടർ പ്രൊസീജിയറിലെ പോലെ തന്നെ ഇമ്പോർട്ട് പ്രൊസീജിയറിലും ആദ്യം ഇമ്പോർട്ടർ ലൈസൻസ് എടുക്കുന്ന കാര്യമാണ് പറയുന്നത്. അതിന് IEC എന്നാണ് പറയുന്നത് ഇമ്പോർട്ട് ലൈസൻസിന്. അതായത് DGFTയുടെ കയ്യിൽ നിന്നാണ് ലൈസൻസ് മേടിക്കുന്നത്. പിന്നെ അതുമാതിരി അതിന്റെ വാലിഡിറ്റി ഒക്കെ പറഞ്ഞു. ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ ലൈസൻസ് 24 മാസം. അതുമാതിരി തന്നെ അതർ ഗുഡ്സ് ആണെങ്കിൽ 18 മന്ത്സ് ആണ് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത്. പിന്നെ അവിടെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടാണ് ലൈസൻസ് വേണോ വേണ്ടതെന്നൊക്കെ അറിയണത്. അതായത് ഗുഡ്സിനെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കണം പറഞ്ഞിട്ടുണ്ട്. റെസ്ട്രിക്റ്റഡ്, കാനലൈസ്ഡ്, പ്രോഹിബിറ്റഡ്. ഈ കാറ്റഗറിയിലാണെങ്കിൽ മാത്രമേ ലൈസൻസിന്റെ ആവശ്യമുള്ളൂ. അല്ലാത്ത ഗുഡ്സ് ആണെങ്കിൽ ലൈസൻസ് ഇല്ലാതെ തന്നെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ RBIയുടെ അടുത്തും പോയിട്ട് എന്ത് ചെയ്യണം, ഒരു കോപ്പി ഇതിന്റെ കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് നമുക്ക് RBIനെ സമീപിക്കേണ്ടതായിട്ട് വരും ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ RBIന് ലൈസൻസിന്റെ ഒരു കോപ്പി കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പോർട്ടർക്ക് ഓർഡർ കൊടുക്കണം എന്നാണ് അടുത്ത സ്റ്റെപ്പായിട്ട് പറയണത്. അതിനാണ് ട്രേഡ് എൻക്വയറി എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾക്ക് എക്സ്പോർട്ടർക്ക് ഓർഡർ 2 മാർഗമുണ്ട് ഓർഡർ കൊടുക്കാൻ. ഒന്നുകിൽ നേരിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇന്റന്റ് ഹൗസ് അതായത് ഏജന്റ് വഴി ഓർഡർ കൊടുക്കാം. നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റെപ്പ്, അതില് വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇത്രയും അറിഞ്ഞു വെക്കുക. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഫോറിൻ എക്സ്ചേഞ്ച് ഒബ്റ്റെയിൻ ചെയ്യുക. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് ആരുടെ കയ്യിലാണുള്ളത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ് ഉള്ളത്. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എക്സ്ചേഞ്ച് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയിട്ട് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ചിനുള്ള ഒരു അപ്ലിക്കേഷൻ കൊടുക്കണം. ഫോറിൻ എക്സ്ചേഞ്ച് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്താൽ നമുക്ക് സാങ്ഷൻ ചെയ്ത് തരും റിസർവ് ബാങ്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേസിങ് ആൻഡ് ഇന്റന്റ് ഓർഡർ, നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്, അത് മേക്ക് ചെയ്യണ കാര്യങ്ങളാണ് മേക്കിംഗ് ആൻഡ് ഇന്റന്റ് ഓർഡർ പറഞ്ഞത്. അതായത് ഓർഡർ എങ്ങനെ വേണം, എത്ര ക്വാണ്ടിറ്റി, ആ ഗുഡ്സിന്റെ ഡിസൈൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ഓർഡറിൽ നമ്മൾ ശരിയാക്കി വെക്കണം. പിന്നെ അടുത്ത അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് LOC ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ് അറേഞ്ച്മെന്റ് നടത്തുക. LOC എന്ന് പറഞ്ഞാൽ ഇത് എടുത്തിട്ടില്ല അല്ലെ? പ്ലേസിംഗ് ആൻഡ് ഇന്റന്റ് ഓർഡർ ഇത്രയും വരെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഒബ്റ്റെയിനിങ് ഫോറിൻ എക്സ്ചേഞ്ച് വരെയാണ് ഇന്നലെ പറഞ്ഞത്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് പ്ലേസിംഗ് ആൻഡ് ഇന്റന്റ് ഓർഡർ ആണ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല്. അതായത് ഇമ്പോർട്ടർ പ്ലേസസ് ആൻ ഓർഡർ either directly or through an Indian house. നമ്മൾ പറഞ്ഞു എക്സ്പോർട്ടിങ്ങിന്റെ കേസിൽ 1 ഓർഡർ ഒന്നുകിൽ നേരിട്ട് വെക്കാം, അതുപോലെ തന്നെ ഇന്ത്യൻ ഹൗസ് മുഖേന വെക്കാം. അതിനെയാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യൻ ഹൗസ് മുഖേന ഓർഡർ വെക്കുന്ന കാര്യമാണ് പറയണത്. ഇന്ത്യൻ ഹൗസ് എന്ന് പറഞ്ഞാൽ ഏജൻസ് ആണ്. നമ്മൾ നേരിട്ട് ഓർഡർ, നമ്മൾ ഇമ്പോർട്ടർക്ക് എക്സ്പോർട്ടറായിട്ട് നേരിട്ട് പരിചയം ഉണ്ടാവില്ല. അപ്പൊ അവിടെ ഒരു ഏജന്റിനെ വെക്കും. അവരാണ് ഇന്ത്യൻ ഹൗസ് എന്ന് പറയുന്നത്. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഓർഡർ എടുക്കുക, ഓർഡർ കൊടുക്കുക, അതായിരിക്കും ഇന്ത്യൻ ഹൗസിന്റെ ജോലി. അപ്പൊ നമ്മൾ ഓർഡർ ഇമ്പോർട്ടർ ചെയ്യണേ. അപ്പൊ അതിലെ എല്ലാ ഡീറ്റെയിൽസും, ഏത് ഗുഡ്സ് വേണം, അതിന്റെ ഡിസൈൻ, ക്വാണ്ടിറ്റി, പ്രൈസ്, ഗ്രേഡ്, അതുപോലെ തന്നെ പാക്കിംഗ് ഇൻസ്ട്രക്ഷൻസ്, ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഡെലിവറി മോഡ്, എങ്ങനെ വേണം ഡെലിവറി, ഡിസൈഡ് ഡെലിവറി പീരീഡ്, എത്ര സമയം എടുക്കും, മോഡ് ഓഫ് പീരീഡ്, മോഡ് ഓഫ് ഷിപ്മെന്റ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ആ ഇന്ത്യൻ ഓർഡറിൽ വെക്കുകയാണ്. അഞ്ചാമത്തെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഓപ്പണിംഗ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. നമ്മൾ LOC എന്താണെന്ന് എക്സ്പോർട്ടറുടെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയാണ് കൃത്യമായിട്ട് LOC എന്താണെന്ന് എഴുതിയിട്ടുള്ളത്. LOC എന്താണെന്ന് 2 മാർക്സിന് 2 മാർക്സിന് നമ്മൾ നോക്കി വെക്കണം കേട്ടോ LOC എന്നുള്ളത്. അപ്പൊ എന്തെന്നാ പറഞ്ഞ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ, ഒരു ബാങ്ക് ഗ്യാരണ്ടി ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ഇവിടെ പറയണത് എക്സ്പോർട്ടറും ഇമ്പോർട്ടറും തമ്മിൽ യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും, രണ്ട് രാജ്യത്തുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ എക്സ്പോർട്ടർക്ക് ഒരിക്കലും ഇമ്പോർട്ടറിനെ കുറിച്ച് അറിയില്ല, വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല. അപ്പൊ എക്സ്പോർട്ടർ എന്ത് വിശ്വസിച്ചുകൊണ്ടാണ് അയാൾക്ക് ഗുഡ്സ് കടത്തിന് കൊടുക്കുക? അപ്പൊ അങ്ങനെയുള്ളൊരു സമയത്ത് എക്സ്പോർട്ടർ എന്ത് ചെയ്യും, ഇമ്പോർട്ടറോട് LOC തരാൻ പറയും. അപ്പൊ ഇമ്പോർട്ടർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഇമ്പോർട്ടർക്ക് ഒരു ബാങ്കർ ഉണ്ടാവും,
അത് പേയ്മെന്റ് നടത്താനൊക്കെ ഒരു ബാങ്കർ ഉണ്ടാവും, ഇമ്പോർട്ടേഴ്സ് ബാങ്ക്. അപ്പൊ ഇമ്പോർട്ടേഴ്സിന്റെ ബാങ്കിനെ ഇമ്പോർട്ടർ സമീപിക്കും. അപ്പൊ ബാങ്കർ എന്ത് ചെയ്യും, അയാളുടെ ഇതൊക്കെ നോക്കിയിട്ട് അയാൾക്ക് LOC എന്നുള്ളൊരു ഫോം ശരിയാക്കിയിട്ട് അത് എക്സ്പോർട്ടർക്ക് കൊടുക്കും. അപ്പൊ ബാങ്ക് എക്സ്പോർട്ടർക്ക് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് LOC എന്ന് പറഞ്ഞാല്. അപ്പൊ ഇമ്പോർട്ടറോട് അത് ആവശ്യപ്പെടുമ്പോഴാണ് ഇമ്പോർട്ടർ ബാങ്കറിനോട് ആവശ്യപ്പെടുന്നത് ഇത് ഉണ്ടാക്കാൻ. നോക്കാം. Where foreign exporter does not know Indian importer, he may like to ensure the credit worthiness of the unknown importer. അപ്പൊ എന്താണ് പറയുന്നത്, ഫോറിൻ എക്സ്പോർട്ടർക്ക് എന്തില്ല, ഇമ്പോർട്ടറെ അറിയില്ല, ഇന്ത്യൻ ഇമ്പോർട്ടറെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, ഹി മേ ലൈക്ക് ടു എൻഷുർ ദ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദി അൺനോൺ ഇമ്പോർട്ടർ. അപ്പൊ ഇമ്പോർട്ടറുടെ ക്രെഡിറ്റ് വർത്തിനെസ്, അത് ക്രെഡിറ്റ് വർത്തിനെസ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ, പണം തരാൻ കഴിവുള്ള ഒരാളാണോ എന്ന് അറിയണം. അപ്പൊ എക്സ്പോർട്ടർക്ക് അറിയണം. ഇൻ സച്ച് എ കേസ്, അപ്പൊ അപ്പോഴാണ് എന്ത് ചെയ്യണത്, എക്സ്പോർട്ടർ മേ അഡ്വൈസ് ദി ഇമ്പോർട്ടർ ടു അറേഞ്ച് ഫോർ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇൻ ഹിസ് ഫേവർ. അപ്പൊ എക്സ്പോർട്ടർക്ക് വേണ്ടി ഒരു LOC തരാൻ എന്ത് ചെയ്യും, എക്സ്പോർട്ടർ ഇമ്പോർട്ടറോട് ആവശ്യപ്പെടും. അപ്പൊ LOC എന്താണെന്ന് ഇവിടെ പറയണ്ടേ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് എ ഡോക്യുമെന്റ് അണ്ടർ വിച്ച് ഇഷ്യൂയിങ് ബാങ്ക് അണ്ടർടേക്സ് ടു മേക്ക് പേയ്മെന്റ് ഓൺ ബിഹാഫ് ഓഫ് ദി ഇമ്പോർട്ടർ. അപ്പൊ എന്താണെന്ന് പറയേണ്ടത്, ഒരു ഡോക്യുമെന്റ് ആണ്. അണ്ടർ വിച്ച് ഇഷ്യൂയിങ് ബാങ്ക്, ഇഷ്യൂയിങ് ബാങ്ക് എന്ന് പറഞ്ഞാല് ഇമ്പോർട്ടറുടെ ബാങ്ക് ആണ് ഇഷ്യൂയിങ് ബാങ്ക്, അവരാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇമ്പോർട്ടറുടെ ബാങ്കറോട് പറയും. ഇഷ്യൂയിങ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടേഴ്സ് ബാങ്ക് ആണ്. അപ്പൊ ഇമ്പോർട്ടേഴ്സ് ബാങ്ക് എന്ത് ചെയ്യണം, undertakes to make payment on behalf of the importer. ഇമ്പോർട്ടറുടെ ഇമ്പോർട്ടറിന് വേണ്ടി പേയ്മെന്റ് നടത്താം എന്നുള്ളൊരു അണ്ടർടേക്കിംഗ് ഇമ്പോർട്ടേഴ്സ് ബാങ്ക്, അതായത് LOC ഇഷ്യൂ ചെയ്യുന്ന ബാങ്ക് എന്ത് ചെയ്യും, അണ്ടർടേക്ക് ചെയ്യും. ഓർ ടു ദ ഓർഡർ ഓഫ് ദി ഇമ്പോർട്ടർ ഇൻ എക്സ്ചേഞ്ച് ഫോർ സ്പെസിഫൈഡ് ഡോക്യുമെന്റ്സ് ഫ്രം എക്സ്പോർട്ടേഴ്സ് ബാങ്ക്. അതെങ്ങനെയാണെന്ന് വെച്ചാല് ആയിരിക്കും ഇവിടെ എന്താ ഉണ്ടാവുന്ന വെച്ചാല് ഒരു ഗ്യാരണ്ടി ആണ് ഈ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് എന്താണ്, ഇൻ കേസ് ഇമ്പോർട്ടർ പേയ്മെന്റ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് എന്താണ്, പേയ്മെന്റ് ഉറപ്പ് കൊടുത്തേക്കാണ് എക്സ്പോർട്ടർക്ക്. The letter of credit is issued only for financially sound importer. അയാള് പക്ഷെ എങ്ങനെയുള്ളവർക്ക് കൊടുക്കുള്ളൂ, ഫിനാൻഷ്യലി സൗണ്ട് ആണെങ്കിൽ, ക്രെഡിറ്റ് വർത്തിനെസ് നോക്കിയിട്ടാണ് ബാങ്ക് എന്ത് ചെയ്യണ, ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യണത്. അപ്പൊ ഫിനാൻഷ്യലി സൗണ്ട് ആണെങ്കിൽ ഇമ്പോർട്ടർക്ക് LOC ബാങ്ക് കൊടുക്കുള്ളൂ. ഇനി എക്സ്പോർട്ടേഴ്സ് ബാങ്ക് ഇവൻച്വലി സെൻഡ്സ് ദ ഡോക്യുമെന്റ് ടു ഇഷ്യൂയിങ് ബാങ്ക് വിച്ച് റിലീസസ് ദ പേയ്മെന്റ്. അപ്പൊ ഇവിടെ എക്സ്പോർട്ട് ഇമ്പോർട്ടില് രണ്ട് ബാങ്ക് വരും, എക്സ്പോർട്ടേഴ്സ് ബാങ്ക് ഉണ്ടായിരിക്കും, ഇമ്പോർട്ടേഴ്സ് ബാങ്ക് ഉണ്ടായിരിക്കും. എക്സ്പോർട്ടറും ഇമ്പോർട്ടറും തമ്മിൽ നേരിട്ടല്ല പേയ്മെന്റ് നടത്തുന്നത്. എക്സ്പോർട്ടേഴ്സിന്റെ ബാങ്കിന് ഡോക്യുമെന്റ്സ് ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ എക്സ്പോർട്ടേഴ്സ് ബാങ്ക് എന്ത് ചെയ്യും, ഇമ്പോർട്ടേഴ്സ് ബാങ്കിന് അത് കൈമാറും. പക്ഷെ തിരിച്ചെന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഇമ്പോർട്ടേഴ്സ് ബാങ്ക് എക്സ്പോർട്ടേഴ്സ് ബാങ്കിന് പേയ്മെന്റ് കൊടുക്കണം. അപ്പൊ ഒരു ബാങ്ക് പേയ്മെന്റ് കൊടുക്കുമ്പോൾ മറ്റേ ബാങ്ക് ഡോക്യുമെന്റ്സ് കൊടുക്കും. ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ആ ഷിപ്പിൽ കയറിയിട്ടുള്ള ഗുഡ്സിന്റെ അവകാശം, ഓണർഷിപ്പ് ഉള്ള ഡോക്യുമെന്റ്സ് ആണ് എക്സ്പോർട്ടേഴ്സ് ബാങ്കിന്റെ കയ്യിലുള്ളത്. അപ്പൊ ഈ ബാങ്ക് ഈ ഡോക്യുമെന്റ്സ് കൈമാറിയാലേ ഇമ്പോർട്ടേഴ്സ് ബാങ്ക് പേയ്മെന്റ് നടത്തുള്ളൂ. അപ്പൊ രണ്ടും നടന്നു കഴിയുമ്പോൾ ഇമ്പോർട്ടേഴ്സ് ബാങ്ക് എന്ത് ചെയ്യും, ഇമ്പോർട്ടർക്ക് ഡോക്യുമെന്റ്സ് കൈമാറുമ്പോഴേ ഇമ്പോർട്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഷിപ്പിൽ നിന്ന് സാധനങ്ങളെ വിട്ട് കിട്ടാൻ പറ്റുള്ളൂ. ഇതാണ് LOC എന്ന് പറഞ്ഞാല്. അപ്പൊ പേയ്മെന്റ് മെക്കാനിസം ആണ് LOC എന്ന് പറഞ്ഞാല്. ബാങ്ക് ഗ്യാരണ്ടി ആണ്, ക്രെഡിറ്റ് വർത്തിനെസ് നോക്കിയിട്ടാണ് ഇവിടെ ഗ്യാരണ്ടി കൊടുക്കുന്നത്. അപ്പൊ LOC എന്താണെന്ന് പഠിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് റിസീവിങ് ഷിപ്പിംഗ് ഡോക്യുമെന്റ്. എന്ത് ചെയ്യണം, ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യണം. എവിടെ നിന്ന് ഷിപ്പിംഗ് ഡോക്യുമെന്റ് കിട്ടാ, ആരുടെ കയ്യിലാണ് ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് ഉള്ളത്, എക്സ്പോർട്ട് ചെയ്യുന്ന സ്റ്റെപ്പിൽ നമ്മൾ പഠിച്ചില്ലേ, ഇപ്പൊ എല്ലാ ഡോക്യുമെന്റ്സും എക്സ്പോർട്ടറുടെ കയ്യിലാണ് ഉള്ളത്. അപ്പൊ അത് എന്ത് ചെയ്യണം, ഇമ്പോർട്ടർ കളക്ട് ചെയ്യണം. ഇമ്പോർട്ടർക്ക് എന്ത് ചെയ്യണം, ഗുഡ്സ്, ഇപ്പൊ ഞാൻ ചൈനയിലോട്ടാണ് സാധനങ്ങൾ ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ചൈനയില് ഉള്ള ഇമ്പോർട്ടർക്ക് സാധനങ്ങൾ ഷിപ്പിൽ നിന്ന് വിട്ട് കിട്ടണമെങ്കിൽ ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് കാണിച്ചാലേ വിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇമ്പോർട്ടർ എന്ത് ചെയ്യണം, എക്സ്പോർട്ടറുടെ കയ്യിൽ നിന്ന് ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യണം. നോക്കാം, ദ ഇമ്പോർട്ടർ കളക്ട്സ് ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് along with the advice note of shipment of goods from exporters. അപ്പൊ എന്താ ചെയ്യണത്, ഇവിടെ ഇമ്പോർട്ടർ എന്ത് ചെയ്യും, ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യും എക്സ്പോർട്ടേഴ്സിന്റെ കയ്യിൽ നിന്ന്. അതിന്റെ കൂടെ അഡ്വൈസ് നോട്ടും, ഷിപ്മെന്റിന്റെ അഡ്വൈസ് നോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അഡ്വൈസ് നോട്ട് എന്ന് പറഞ്ഞാല് എക്സ്പോർട്ടർ ഇമ്പോർട്ടർക്ക് കൊടുക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഷിപ്പിന്റെ റൂട്ടും ഡയറക്ഷനും
എന്നാണ് കൺസൈൻമെന്റ് അയച്ചത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഉള്ള ഒരു ഡോക്യുമെന്റ് ആണ് അഡ്വൈസ് നോട്ട് എന്നുള്ളത്. അത് എക്സ്പോർട്ടർ ഇമ്പോർട്ടർക്ക് കൊടുക്കും. Advice note contains a written message through which exporter informs the importer about the dispatch of goods and advise him to make agreement for taking delivery of goods on arrival of goods at the port or destination. അപ്പൊ അഡ്വൈസ് നോട്ട് എന്ന് പറഞ്ഞാൽ ഗുഡ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. അപ്പൊ തീരത്തെത്തിയാൽ പോർട്ടിൽ എത്തിയാല് ഗുഡ്സ് കളക്ട് ചെയ്യാനുള്ള എല്ലാ ഗുഡ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടായിരിക്കും. The captain of the ship informs the dock authorities about the arrival of the goods on a document called Import General Manifest. ഇത് വേറൊരു ഡോക്യുമെന്റ് ആണ്, എക്സ്പോർട്ടർ ഇമ്പോർട്ടർ എല്ലാം ഉപയോഗിക്കുന്നത്. ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പിലെ ക്യാപ്റ്റൻ എന്ത് ചെയ്യണം, ഡോക്ക് അതോറിറ്റീസിന് അറിയിക്കണ ഷിപ്പ് വരുന്നുണ്ട്, ഗുഡ്സ് അറൈവ് ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കണ ഒരു ഡോക്യുമെന്റ് ആണ് ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഷിപ്പിലെ ക്യാപ്റ്റൻ എന്ത് ചെയ്യും, ഡോക്ക് അതോറിറ്റീസ് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മൾ ഇമ്പോർട്ടർ, ഇന്ത്യയിലുള്ള ഇമ്പോർട്ടർ ആണെങ്കിൽ ഇന്ത്യയുടെ ഡോക്ക് അതോറിറ്റീസ് പറഞ്ഞാല് അവിടെ കസ്റ്റംസിലുള്ള ജോലിക്കാര് എന്ന് വെച്ചാല് അവരാണ് ഗുഡ്സ് കൈകാര്യം ചെയ്യാനുള്ള അധികാരമൊക്കെ ഉള്ള ആൾക്കാര്. അപ്പൊ അവര് എന്ത് ചെയ്യണ, ഗുഡ്സ് വരുന്നുണ്ട് എന്നുള്ള കാര്യം അവരെ അറിയിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാല്. അപ്പൊ കസ്റ്റംസ് അതോറിറ്റീസ് ഇൻ ടേൺ ഇൻഫോം ദി ഇമ്പോർട്ടർ കൺസേൺഡ് അബൌട്ട് ദ അറൈവൽ ഓഫ് ദി ഗുഡ്സ് അറ്റ് ദ പോർട്ട്. അപ്പൊ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാല് കസ്റ്റംസ് അതോറിറ്റീസ് എന്ത് ചെയ്യും, ഇമ്പോർട്ടർ അറിയിക്കും. ഒന്നുകൂടെ പറയാം സ്റ്റെപ്സുകള്. ഇവിടെ റിസീവിങ് ഷിപ്പിംഗ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാല് ഇമ്പോർട്ടർ എന്ത് ചെയ്യണം, LOC, ഇവിടെ LOC കഴിഞ്ഞു. LOC എന്ന് പറഞ്ഞാൽ ബാങ്ക് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡോക്യുമെന്റ്സ് എക്സ്പോർട്ടറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അഡ്വൈസ് നോട്ട് കൂടി ഇമ്പോർട്ടറുടെ കയ്യിൽ എത്തും. അതായത് എക്സ്പോർട്ടർ കൊടുക്കും. അപ്പൊ അഡ്വൈസ് നോട്ട് എന്താണെന്ന് പറയുന്നത്, ഗുഡ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും എക്സ്പോർട്ടർ അതില് പറഞ്ഞിട്ടുണ്ട്, ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആണ്. അത് അത്രയുള്ള നമുക്ക് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ആയിട്ട് പറയാം. പിന്നെ പറയണ കാര്യം, മാസ്റ്റർ ഓഫ് ദ ഷിപ്പ്, ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ത് ചെയ്യും, ഡോക്ക് അതോറിറ്റീസിനെ ഗുഡ്സ് വരുന്നുണ്ടെന്ന് തന്നെ അറിയിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, കസ്റ്റംസ് അതോറിറ്റി ഇമ്പോർട്ടർ അറിയിക്കും നിങ്ങളുടെ ഗുഡ്സ് എത്താനായിട്ടുണ്ടെന്നുള്ളത് അവരറിയിക്കും. ഇനി അപ്പൊ ഇമ്പോർട്ടർ അറിഞ്ഞിട്ടുണ്ട് സാധനങ്ങൾ എത്തിയിട്ടുണ്ട്, നമ്മുടെ പോർട്ടില്, കൊച്ചിൻ പോർട്ടിലാണ് ഇപ്പൊ സാധനങ്ങൾ ഇറക്കിയിട്ടുള്ളത്. അപ്പൊ കൊച്ചിൻ പോർട്ടില് സാധനങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. ഇനി അയാൾ എന്ത് ചെയ്യണം, അപ്പോയിന്റ്മെന്റ് ഓഫ് ക്ലിയറിംഗ് ഏജന്റ്സ്. അതായത് ക്ലിയറിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് പരിപാടികളുണ്ട്. അതായത് നേരിട്ട് ഗുഡ്സ് നമുക്ക് ഷിപ്പിൽ നിന്ന് പോയി ഇറക്കാൻ പറ്റില്ല. ഇമ്പോർട്ടർ നേരിട്ട് ചെയ്യാൻ അയാൾക്ക് ഒരുപാട് ഫോർമാലിറ്റീസും കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിനു വേണ്ടി ചെയ്യാൻ ചുമതലയുള്ള കുറച്ച് ആൾക്കാരുണ്ട്, ക്ലിയറിംഗ് ഏജന്റ്സ്. അവർക്ക് ഫീ കൊടുത്താല് അവര് ആ ജോലികളൊക്കെ ചെയ്തോളും. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഗുഡ്സ് എത്തിക്കഴിഞ്ഞു എന്ന് അറിഞ്ഞാൽ എന്ത് ചെയ്യാം, ക്ലിയറിംഗ് ഏജൻസിനെ ഇമ്പോർട്ടർ അപ്പോയിന്റ് ചെയ്യണം. There are a lot of formalities involved in clearing the goods imported from the port. അപ്പോൾ അവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. Normally, importer does not feel comfortable with completing the formalities by himself. അപ്പോൾ ഇമ്പോർട്ടർ സാധാരണഗതിയിൽ ആ ഫോർമാലിറ്റീസിനൊന്നും നിൽക്കില്ല. അയാൾ എന്ത് ചെയ്യും, he may delegate the task of clearing the imported goods from the port of discharge to clearing agent who is well versed in his job. അതായത് അയാൾ എന്ത് ചെയ്യും, ഒരു ക്ലിയറിംഗ് ഏജന്റിനെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയാള് എന്ത് ചെയ്യും, അപ്പോയിന്റ് ചെയ്യും. The later performs the job for a fee. അപ്പൊ ഒരു ഫീ കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയറിംഗ് ഏജന്റ് വെറുതെ അല്ല, ഫ്രീ അല്ല, ഫീ ആണ് കേട്ടോ. ഫീ എന്ന് പറയുന്നത് എന്താ, പണം കൊടുക്കണം അയാൾക്ക് പകരം. പണം കൊടുത്താൽ അയാൾ ആ എല്ലാ ഫോർമാലിറ്റീസും ചെയ്തു തരും ഇമ്പോർട്ടർക്ക്. The importer sends all documents to the clearing agent. ഇപ്പോ ഇമ്പോർട്ടറുടെ കയ്യിൽ കുറെ ഡോക്യുമെന്റ്സ് ഉണ്ട്, ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ട്, അഡ്വൈസ് നോട്ട് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ എല്ലാ ഡോക്യുമെന്റ്സും ആരെ ഏൽപ്പിക്കണം, ക്ലിയറിംഗ് ഏജന്റിനെ ഏൽപ്പിക്കണം. എന്തിനാ, ക്ലിയറിംഗ് ഏജന്റിന് ഗുഡ്സിന്റെ ഡെലിവറി എടുക്കണം. അപ്പൊ ക്ലിയറിംഗ് ഏജന്റിനെ എല്ലാ ഡോക്യുമെന്റ്സ് ഏൽപ്പിക്കണം. The importer sends all the documents to the clearing agent to enable him to take delivery of goods after fulfilling the customs formalities prescribed in this regard. അപ്പൊ എല്ലാ ഫോർമാലിറ്റീസുകളും അവിടെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളെ എല്ലാ ഡോക്യുമെന്റ്സും ക്ലിയറിംഗ് ഏജന്റിനെ ഏൽപ്പിക്കണം. ഇപ്പൊ 7 സ്റ്റെപ്സ് പറഞ്ഞു, ഒന്നും കൂടെ പറയാം. ആദ്യം എന്ന് പറഞ്ഞാല് ഇമ്പോർട്ടർ എന്ത് ചെയ്യണം, ലൈസൻസ് എടുക്കണം. നെക്സ്റ്റ് പറഞ്ഞത് ഓർഡർ കൊടുക്കണം, എക്സ്പോർട്ടർക്കുള്ള ഓർഡർ എന്ത് ചെയ്യണം, ഇമ്പോർട്ടർ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിനാവശ്യമുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ബാങ്കിന്റെ കയ്യിൽ നിന്ന് മേടിച്ചു വെക്കണം.
പിന്നെ ഓർഡർ കൊടുക്കണ കാര്യമാണ് പറയണത്. ഇന്റന്റ് ഹൗസ് വഴി ഓർഡർ കൊടുക്കണ കാര്യമാണ് പറയണത്. പിന്നെ LOC അതിന്റെ അറേഞ്ച്മെന്റ് നടത്താം. ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് എക്സ്പോർട്ടറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാം. പിന്നെ എന്ത് ചെയ്തു, ക്ലിയറിംഗ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്തു. ക്ലിയറിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർമാലിറ്റീസ്, ഇമ്പോർട്ടർക്ക് വേണ്ടിയിട്ട് ഫോർമാലിറ്റീസ് ഉണ്ടായിരിക്കും. അതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഒരു ഫീ കളക്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് ക്ലിയറിംഗ് ഏജന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അയാളുടെ ജോലി തന്നെ എന്താ, the task of clearing the imported goods from the port of discharge to clearing agent. എന്ന് വെച്ചാല് ഈ ഗുഡ്സ്, ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് എന്ത് ചെയ്യണം, ഏത് പോർട്ടാണോ ഡിസ്ചാർജ്, പോർട്ട് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറക്കുമതി ചെയ്യണം പോർട്ട്. ഇപ്പൊ കൊച്ചിൻ പോർട്ടിലാണ് ഞാൻ ഇമ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ പോർട്ട് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ കൊച്ചിൻ പോർട്ടാണ്. അപ്പൊ ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലിയറിംഗ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യണത്. അപ്പോൾ ആ ഡോക്യുമെന്റ്സ്, ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് എല്ലാതും ക്ലിയറിംഗ് ഏജൻസിനെ ഏൽപ്പിക്കണം. ഇനി കസ്റ്റംസ് ഫോർമാലിറ്റീസ് ഫുൾഫിൽ ചെയ്യണ കാര്യമാണ് പറയണത്. അപ്പൊ ആരെയും കസ്റ്റംസ് ഫോർമാലിറ്റീസ് അവിടെ ചെയ്യേണ്ട ആള്, ഇമ്പോർട്ടറുടെ ഡ്യൂട്ടി കഴിഞ്ഞു, എല്ലാം ക്ലിയറിംഗ് ഏജന്റിനെ ഏൽപ്പിച്ചു. ഇനി ക്ലിയറിംഗ് ഏജന്റ് ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ ക്ലിയറിംഗ് ഏജന്റിന് ജോലി ചോദിച്ചാലും ഇത് തന്നെയാണ് എഴുതേണ്ടത്. കസ്റ്റംസ് ഫോർമാലിറ്റീസ് ഫുൾഫിൽ ചെയ്യണ ആ സ്റ്റെപ്പിലാണ് ക്ലിയറിംഗ് ഏജന്റിന്റെ ജോലികൾ പറയണത്. ക്ലിയറിംഗ് ഏജന്റ് എൻഗേജ്ഡ് ബൈ ദി ഇമ്പോർട്ടർ performs the following activities in connection with taking delivery of goods from the port. അപ്പൊ ക്ലിയറിംഗ് ഏജന്റ് എന്തൊക്കെ ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഫങ്ഷൻസ് ഓഫ് ക്ലിയറിംഗ് ഏജന്റ് എന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വന്നാല് ഇവിടെയാണ് പോയിന്റ് കിടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ക്ലിയറിംഗ് ഏജന്റിന്റെ ജോലി, ഒന്നാമത്തെ ജോലി എന്ന് പറഞ്ഞാല് ഗെറ്റിംഗ് എൻഡോഴ്സ്മെന്റ് ഫോർ ഡെലിവറി. എന്താണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാല് അറിയോ? എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ, നമ്മള് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതിൽ പറയുന്ന ഒരു വാക്കാണ് എൻഡോഴ്സ്മെന്റ്. എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ ഏതാണോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ളത് അതിന്റെ ബാക്കില്, അതായത് ഇപ്പൊ എക്സ് എന്ന് പറയുന്ന ആളുണ്ട്, മിനിറ്റ് വേണ്ട, ബോർഡ് യൂസ് ചെയ്യണ്ട, പറയാം. രണ്ടാൾക്കാരുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എക്സ് ഉണ്ട്, വൈ ഉണ്ട്. ഇപ്പൊ എക്സിന്റെ പേരിലുള്ള ഒരു ഡോക്യുമെന്റ് ആണ് നെഗോഷ്യബിൾ. ഇപ്പൊ എക്സാമ്പിൾ ചെക്ക് ആണെന്ന് വിചാരിക്കാം. എക്സിന്റെയാണ് ചെക്ക്. എക്സിന് വേണമെങ്കിൽ അത് വൈക്ക് കൈമാറാം, വൈക്ക് വേണമെങ്കിൽ സെഡിന് കൊടുക്കാം. എത്ര പേർക്ക് വേണമെങ്കിൽ അത് കൈമാറാൻ പറ്റും. പക്ഷെ അത് എൻഡോഴ്സ്മെന്റ് ആണെങ്കിൽ അത് വാലിഡ് ആവുള്ളൂ. അതായത് വെറുതെ ട്രാൻസ്ഫർ ചെയ്യണതിന് ഒരു കുഴപ്പമില്ല, പക്ഷെ പേയ്മെന്റ് കിട്ടുമ്പോൾ അതിന് സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാല്. അതായത് എക്സ് വൈക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണ്, ആ ചെക്കിന്റെ ബാക്കില് എക്സ് അയാളുടെ പേരും സിഗ്നേച്ചറും ഇടയാണ്, എന്നിട്ട് വൈക്ക് കൈമാറാണ്. അപ്പൊ വൈനെ സംബന്ധിച്ചിടത്തോളം എക്സിന്റെ എല്ലാ അവകാശങ്ങളും വൈക്ക് അവിടെ കിട്ടും. തന്നെയാണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഇനി വൈക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെഡിന് കൊടുക്കാം. സെഡിന് കൊടുക്കുമ്പോൾ ഇത് തന്നെ ചെയ്യാം, വൈയുടെ പേരും സിഗ്നേച്ചറും ഇടാം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണതാണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ എൻഡോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറെ ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പോർട്ടർ ഇമ്പോർട്ടർക്ക് കൊടുത്തിട്ടുണ്ട്. അത് വെറുതെ കൈമാറിയാ പോരാ, അവിടെ എന്ത് ചെയ്യണം, എൻഡോഴ്സ്മെന്റ് നടത്തണം. എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ, അവിടെ എന്ത് ചെയ്യണം, അയാള് ഇമ്പോർട്ടർ എന്ത് ചെയ്യണം, ഇമ്പോർട്ടർ ആ ഡോക്യുമെന്റ്സ് കൊടുക്കുമ്പോ ആ ഡോക്യുമെന്റ്സിന്റെ ബാക്കില് സൈൻ ചെയ്ത്, പേര് എഴുതി സൈൻ ചെയ്തിട്ട് വേണം ക്ലിയറിംഗ് ഏജന്റിന് കൊടുക്കാം. അപ്പൊ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല്. വെറുതെ ഡോക്യുമെന്റ്സ് കൊടുത്താല് ക്ലിയറിംഗ് ഏജന്റിന് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റില്ല, അത് എൻഡോഴ്സ്മെന്റ് നടത്തണം എന്നാണ് ആദ്യത്തെ സ്റ്റെപ്പ് പറയണത്. The clearing agent gets bill of lading endorsed by importer in his favor to enable him to take delivery of goods and approaches the shipping company. അപ്പോൾ ഇവിടെ ഒരു ഡോക്യുമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായി, ബിൽ ഓഫ് ലേഡിംഗ്. ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ, ഗുഡ്സ് റിസീവ് ചെയ്തു എന്ന് മാസ്റ്റർ ഓഫ് ദ ഷിപ്പ് ഒരു റെസീറ്റ് കൊടുക്കും ഇമ്പോർട്ടർക്ക്. അപ്പൊ ഇമ്പോർട്ടർ എന്ത് ചെയ്യും, ഷിപ്പിംഗ് കമ്പനിയുടെ, ഇമ്പോർട്ടർക്ക് അല്ല എക്സ്പോർട്ടർക്ക്. അപ്പൊ എക്സ്പോർട്ടർ എന്ത് ചെയ്യും, ഷിപ്പിംഗ് കമ്പനിയുടെ അടുത്ത് പോയിട്ട് മാസ്റ്റർ ഓഫ് ദ ഷിപ്പ് തന്ന റെസീപ്റ്റിനോട്ട് കൊടുക്കും. അപ്പൊ ഷിപ്പിംഗ് കമ്പനി ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് എക്സ്പോർട്ടർക്ക് കൊടുക്കും. ഈ ഡോക്യുമെന്റ് എക്സ്പോർട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടർക്ക് കൈമാറിയിട്ടുണ്ട്. LOC ഒക്കെ കൊടുത്തപ്പോ ഇമ്പോർട്ടർക്ക് കൈമാറി. ഇപ്പൊ ഇമ്പോർട്ടർ എന്ത് ചെയ്യണ, അത് ക്ലിയറിംഗ് ഏജന്റിന് കൈമാറിയാണ്.
കൈമാറുമ്പോ എന്ത് നടത്തണമെന്നാണ് പറയണത്? എൻഡോഴ്സ്മെന്റ് നടത്തണം. അതായത് ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറയുന്ന ഡോക്യുമെന്റിന്റെ ബാക്കില് പേരെഴുതി സൈൻ ചെയ്തിട്ട് വേണം ക്ലിയറിംഗ് ഏജന്റിന് കൊടുക്കുക. അപ്പൊ അത് ഉറപ്പുവരുത്തേണ്ട ഡ്യൂട്ടി ക്ലിയറിംഗ് ഏജന്റിന് ഉണ്ട്, എൻഡോഴ്സ് ചെയ്യിക്കുക എന്നുള്ള കാര്യം. എന്നാലേ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ള? ഗുഡ്സിന്റെ ഡെലിവറി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇയാൾ ബിൽ ഓഫ് ലേഡിംഗ്, എൻഡോഴ്സ് ചെയ്ത ബിൽ ഓഫ് ലേഡിംഗ് ആയിട്ട് ഷിപ്പിംഗ് കമ്പനീനെ സമീപിക്കണം. ഇനി whether freight is not paid, the clearing agent pays it. ഫ്രൈറ്റ് എന്ന് പറഞ്ഞാല് കടത്തുകൂലി, ഗുഡ്സ് കൊണ്ടുപോണേന് ഷിപ്പിംഗ് കമ്പനി ഫ്രൈറ്റ് രണ്ട് തരത്തിലുണ്ട്. പാസഞ്ചേഴ്സിനുള്ള ഫ്രൈറ്റ് ഉണ്ട്, ഗുഡ്സ് കൊണ്ടുപോണേനുള്ള ഫ്രൈറ്റ് ഉണ്ട്. ഷിപ്പിംഗ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണത് ഗുഡ്സ് ആണ്. അപ്പൊ ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് കൊണ്ടുപോണേനുള്ള കൂലിയാണ്. അപ്പൊ ഇവിടെ ഫ്രൈറ്റ് കൊടുത്തിട്ടില്ല, എക്സ്പോർട്ടർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്ലിയറിംഗ് ഏജന്റ് അത് ഇമ്പോർട്ടർക്ക് വേണ്ടി കൊടുത്തോളും. ഇനി the shipping company may give a separate delivery order after collecting the freight charges. അപ്പൊ ഫ്രൈറ്റ് കൊടുത്തു കഴിഞ്ഞാല് ഷിപ്പിംഗ് കമ്പനി എന്ത് ചെയ്യും? ഒരു ഡെലിവറി ഓർഡർ, അതായത് ഗുഡ്സ് ഡെലിവറി ചെയ്യുമ്പോ കൊടുക്കണ ഒരു സ്ലിപ്പാണ് ഡെലിവറി ഓർഡർ. അത് എന്ത് ചെയ്യും? ഫ്രൈറ്റ് കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ ഏജന്റിന്, ക്ലിയറിംഗ് ഏജന്റിന് കൊടുക്കും. ഒന്നുകിൽ ആ ഡോക്യുമെന്റ് കൊടുക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓർ ഇറ്റ് മേ സിംപ്ലി എൻഡോസ് ഓൺ ദ ബിൽ ഓഫ് ലേഡിംഗ് ബൈ ദി ഇമ്പോർട്ടർ ഓർ ബൈ ഹിസ് ഏജന്റ് ഇറ്റ്സെൽഫ് ആസ് എ പ്രൂഫ് പേയ്മെന്റ് ഓഫ് ഫ്രൈറ്റ് ചാർജസ്. അല്ലെങ്കിൽ അയാള് ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറയുന്ന ഡോക്യുമെന്റിൽ തന്നെ എൻഡോഴ്സ് ചെയ്ത് കൊടുക്കും, പേയ്മെന്റ് ഫ്രൈറ്റ് ചാർജസ് കിട്ടി എന്നുള്ള ഒരു തെളിവായിട്ട് അതിൽ തന്നെ എൻഡോഴ്സ് ചെയ്ത് കൊടുക്കും. ഇതാണ് ഒന്നാമത്തെ ഫോർവേഡിങ് ഏജന്റ് അല്ല, ക്ലിയറിംഗ് ഏജന്റ് ചെയ്യുന്ന ജോലി. എന്താ പറഞ്ഞത്? ഒന്നാമത്തെന്ന് പറഞ്ഞാല് എൻഡോഴ്സ്മെന്റ് നടത്താം, അതായത് ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറയുന്ന ഡോക്യുമെന്റുമേ എൻഡോഴ്സ്മെന്റ് നടത്താന്നാണ് ഫസ്റ്റ് പറയണത്. എൻഡോഴ്സ്മെന്റ് നടത്താൻ തന്നെ ഓർത്താൽ മതി, വെറുതെ അതുമ്മേ ഇമ്പോർട്ടർ സൈൻ ചെയ്ത് പേര് എഴുതി കൊടുക്കണം ക്ലിയറിംഗ് ഏജന്റിന്. അപ്പൊ ഫ്രൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്ലിയറിംഗ് ഏജന്റ് ബിൽ ഓഫ് ലേഡിംഗുമായിട്ട് ഷിപ്പിംഗ് കമ്പനീനെ സമീപിക്കണം, എന്നിട്ടാണ് ഡെലിവറി എടുക്കണത്. അപ്പൊ ഫ്രൈറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്രൈറ്റും കൊടുക്കണം. അത് കഴിഞ്ഞാല് ഷിപ്പിംഗ് കമ്പനി ഒരു ഡെലിവറി നോട്ട് ക്ലിയറിംഗ് ഏജന്റിന് കൊടുക്കും. ഇനി ഡെലിവറി നോട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പകരം എന്ത് ചെയ്യാം? ബിൽ ഓഫ് ലേഡിംഗിൽ എൻഡോഴ്സ് ചെയ്ത് കൊടുത്താലും മതി, പേയ്മെന്റ് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറയണത്. ക്ലിയർ ആവണുണ്ടോ പറയണത്? എല്ലാരും ഇല്ലേ അവിടെ? ഞാൻ നോക്കണേ, കിട്ടുന്നില്ലെങ്കിൽ പറയണുണ്ടോ? ഞാൻ മനസ്സിലാവണ്ടെന്ന് വെച്ചിട്ടാണ് ഈ പറഞ്ഞു പോണത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഗെറ്റിംഗ് എൻഡോഴ്സ്മെന്റ് ഫോർ ഡെലിവറി. എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബിൽ ഓഫ് ലേഡിംഗ് സൈൻ ചെയ്ത് വാങ്ങാം. ക്ലിയറിംഗ് ഏജന്റിന് ആ ഡോക്യുമെന്റ് ഉപയോഗിക്കണമെങ്കിൽ അയാൾക്ക് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ക്ലിയറിംഗ് ഏജന്റ് അതെന്ത് ചെയ്യും? ഷിപ്പിംഗ് കമ്പനീനെ കൊടുക്കും. ഷിപ്പിംഗ് കമ്പനി അപ്പോഴെന്ത് ചെയ്യും? ഡെലിവറി ഓർഡർ കൊടുക്കും, തിരിച്ച് ഡെലിവറി ഓർഡർ കൊടുക്കും. ഫ്രൈറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാല് ഡെലിവറി ഓർഡർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പകരം ആ ബിൽ ഓഫ് ലേഡിംഗിൽ അയാളൊന്ന് എൻഡോഴ്സ് ചെയ്താലും മതി. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ക്ലിയറിംഗ് ഏജന്റ് ചെയ്യുന്ന രണ്ടാമത്തെ ജോലി എന്ന് പറഞ്ഞാല് പേയ്മെന്റ് ഓഫ് ഡോക്ക് ഡ്യൂസ്. അടുത്തൊരു പേയ്മെന്റ് ആണ് ഡോക്ക് ഡ്യൂസ് എന്ന് പറയുന്നത്. The clearing agent submits 2 copies of filled in application form to landing and shipping dues office. അപ്പൊ ഒരു ഡോക്യുമെന്റിന്റെ പേര് പറയേണ്ടത്, ഇത് 2 കോപ്പിയാണ്, ആപ്ലിക്കേഷൻ ഫോമിന്റെ 2 കോപ്പിയാണ് അവിടെ വെക്കേണ്ടത്. ലാൻഡിംഗ് ആൻഡ് ഷിപ്പിംഗ് ഡ്യൂസ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട്. ദിസ് ഓഫീസ് ലെവീസ്, ഈ ഓഫീസിന് എന്ത് ചെയ്യണം? 2 അപ്ലിക്കേഷൻ ക്ലിയറിംഗ് ഏജന്റ് കൊടുക്കും. അപ്പൊ അതായത് ഇമ്പോർട്ടായിട്ട് ബന്ധപ്പെട്ട് കുറെ ഓഫീസുകളുണ്ട്, അതിൽ ഒരു ഓഫീസാണ് ലാൻഡിംഗ് ആൻഡ് ഷിപ്പിംഗ് ഡ്യൂസ് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പൊ ഓഫീസ് ലെവീസ് ചാർജസ് ഓൺ ഓൾ ദി ഇമ്പോർട്ടഡ് ഗുഡ്സ്. അപ്പൊ ഇവരാണ് എല്ലാ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിനും ചാർജ് ലെവി ചെയ്യുന്ന ആൾക്കാര്. The clearing agent has to pay dock charges by dock challan. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഈ ഓഫീസില് ഡോക്ക് ചാർജസ് പേ ചെയ്യും. അപ്പൊ ഉപയോഗിക്കുന്ന ഡോക്യുമെന്റ് ആണ് ഡോക്ക് ചലാൻ. ഡോക്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡോക്ക് ഉപയോഗിക്കാൻ വേണ്ടി വരും, അപ്പൊ കൊടുക്കണ ഒരു കൂലിയാണ് ഡോക്ക് ചാർജസ് എന്ന് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ഒന്നാമത്തെ തന്നെ ഡോക്യുമെന്റ്സ് എൻഡോഴ്സ് ചെയ്ത് കഴിഞ്ഞ് ഡെലിവറി ഷിപ്പിംഗ് കമ്പനിക്ക് എൻഡോഴ്സ് ചെയ്ത ബിൽ ഓഫ് ലേഡിംഗ് കൊടുത്തു. അപ്പൊ അവര് എന്ത് ചെയ്തു? ഡെലിവറി നോട്ട് കൊടുത്തു, ഡെലിവറി ഓർഡർ കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? വേറൊരു ഓഫീസിൽ പോയിട്ട് ഡോക്ക് ഡ്യൂസ് അടയ്ക്കാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റെപ്പ് തന്നെ പ്രിപ്പറേഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി.
അതായത് ഗുഡ്സ് നമുക്ക് ക്ലിയർ ചെയ്ത് കിട്ടണം കസ്റ്റംസ് അതോറിറ്റിയുടെ കയ്യിൽ നിന്ന്. അപ്പൊ ഉപയോഗിക്കുന്ന ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് എൻട്രി. അത് 3 കോപ്പിയാണ് പറയുന്നത്. ബിൽ ഓഫ് എൻട്രി ഈസ് പ്രിപ്പയർഡ് ഇൻ ട്രിപ്ലിക്കേറ്റ് ഇൻ ഓർഡർ ടു പേ കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പൊ 3 കോപ്പിയാണ്. ഇത് രസമാണ്, 3 കളറിലാണ് ഇവിടെ പറയണത്. ഉണ്ടെന്നാണ് 3 കളേഴ്സ്. ബിൽ ഓഫ് എൻട്രി ഈസ് പ്രിപ്പയർഡ് ഇൻ ട്രിപ്ലിക്കേറ്റ് ഇൻ ഓർഡർ ടു പേ കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പൊ ബിൽ ഓഫ് എൻട്രി 3 കോപ്പി പ്രിപ്പയർ ചെയ്യണം. This document contains the details like name and address of importer. അപ്പൊ ബിൽ ഓഫ് എൻട്രിയിൽ എന്തൊക്കെയുണ്ടെന്ന് പറയുന്നുണ്ട്. നെയിം, അഡ്രസ് ഓഫ് ഇമ്പോർട്ടർ. ഈ ഡോക്യുമെന്റിനെ കുറിച്ചും പഠിക്കണം. ബിൽ ഓഫ് എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ എന്താണ് പറയണത്? ദ ഡീറ്റെയിൽസ് ലൈക്ക് നെയിം, അഡ്രസ് ഓഫ് ഇമ്പോർട്ടർ. ഇമ്പോർട്ടറുടെ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. ഷിപ്പിന്റെ പേര്, ഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഗുഡ്സ്, ഗുഡ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും, നമ്പർ ഓഫ് പാക്കേജസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടർ ആൻഡ് എക്സ്പോർട്ടർ കോഡ്, അതായത് ലൈസൻസ്, നെയിം ഓഫ് ദി എക്സ്പോർട്ടിംഗ് കൺട്രി ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി പേയബിൾ, എത്ര ഡ്യൂട്ടി കൊടുക്കണം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഈ ബിൽ ഓഫ് എൻട്രിയിൽ ഉണ്ടാവും. അപ്പൊ 3 കോപ്പിയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി അത് 3 കളേഴ്സിലുണ്ട്. അത് ഗുഡ്സിനെ നോക്കിയിട്ടാണ് ഈ 3 കളേഴ്സ് പറയുന്നത്. ബ്ലാക്ക് ഫോം ഈസ് മെന്റ് ഫോർ നോൺ ഡ്യൂട്ടബിൾ ഗുഡ്സ്, അതായത് ടാക്സ് വരാത്ത ഗുഡ്സിനാണ് ബ്ലാക്ക് ഫോം പറയണത്. അതായത് എന്താണ് നോൺ ഡ്യൂട്ടബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാല് കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ലാത്ത ഗുഡ്സ്. അതാണെങ്കിൽ ബിൽ ഓഫ് എൻട്രി എന്ന് പറഞ്ഞാല് ബ്ലാക്ക് ഫോമിലായിരിക്കും. നെക്സ്റ്റ് ബ്ലൂ ഫോം എന്ന് പറഞ്ഞാല് മെന്റ് ഫോർ ദ ഗുഡ്സ് വിത്തിൻ ദ കൺട്രി, ആ രാജ്യത്തിനുള്ള ഗുഡ്സ് ആണെങ്കിൽ ബ്ലൂ ഫോം ആണ് ഉപയോഗിക്കുക. ആൻഡ് ദ വയലറ്റ് ഈസ് ഇന്റൻഡഡ് ഫോർ റീ എക്സ്പോർട്ട്, റീ എക്സ്പോർട്ടിനുള്ള ഗുഡ്സ് ആണെങ്കിൽ ബിൽ ഓഫ് എൻട്രിയുടെ കളറ് വയലറ്റ് ആയിരിക്കും. അങ്ങനെ 3 കളറിലാണ് പറയണത്. ഇനി ഇമ്പോർട്ട് ഡ്യൂട്ടീസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡീറ്റെയിൽസ് ഗിവൺ ഇൻ ദ ബിൽ ഓഫ് എൻട്രി ബൈ കസ്റ്റംസ് അതോറിറ്റി. അപ്പൊ ബിൽ ഓഫ് എൻട്രിയിലെ ഡീറ്റെയിൽസ് നോക്കിയിട്ടാണ് എത്ര ഡ്യൂട്ടി ചാർജ് ചെയ്യണമെന്ന് കസ്റ്റംസ് അതോറിറ്റി തീരുമാനിക്കുന്നത്. Where the importer or clearing agent does not know the exact and full details about the goods imported, he will prepare a bill of site. അതായത് ബിൽ ഓഫ് എൻട്രി എന്ന് പറഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ടായിരിക്കും. ഇനി അയാൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, ഇമ്പോർട്ടർക്കോ ഈ ക്ലിയറിംഗ് ഏജന്റിനോ അറിയില്ല എന്ന് വെച്ചാല് അവർക്ക് ബിൽ ഓഫ് എൻട്രി പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ബിൽ ഓഫ് എൻട്രിയിലെ എല്ലാ ഡീറ്റെയിൽസും വേണം. അപ്പൊ ഗുഡ്സിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ പകരം ഉണ്ടാകുന്ന ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് സൈറ്റ്. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കണം. ബിൽ ഓഫ് സൈറ്റും ബിൽ ഓഫ് എൻട്രിയും തമ്മിലുള്ള വ്യത്യാസം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അത് ഇവിടെയാണ് പറയണത് ബിൽ ഓഫ് എൻട്രിയും ബിൽ ഓഫ് സൈറ്റ്. ബിൽ ഓഫ് സൈറ്റിൽ എന്താണെന്ന് പറയുന്നത്, he would provide as much as details possible about the goods imported to the extent of his memory and with specific remark that he cannot give complete information about the goods imported. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഗുഡ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും പറയാൻ അയാളുടെ മെമ്മറിയിൽ ഇല്ല. അപ്പൊ അയാളുടെ മെമ്മറിയിൽ എന്തൊക്കെയോ ഉണ്ടോ, എത്രത്തോളം അറിവുണ്ടോ, അതൊക്കെ എന്ത് ചെയ്യും, ആ ഗുഡ്സ് ബിൽ ഓഫ് സൈറ്റിൽ അയാള് പറയും. In such a case, the customs authority will complete the statement and import duty only after assessing the arrival of goods at the port of delivery. അപ്പൊ ബിൽ ഓഫ് സൈറ്റ് ആണെങ്കിൽ കസ്റ്റംസ് അതോറിറ്റി അപ്പൊ തന്നെ ഡ്യൂട്ടി കണക്ക് കൂട്ടൂല. ഗുഡ്സ് എത്തി വെരിഫൈ ചെയ്ത് അസസ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യുള്ളൂ, ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുള്ളൂ. അതാണ് ബിൽ ഓഫ് സൈറ്റ്. അതുവരെ അയാൾ ആ ഡോക്യുമെന്റ് ഫയൽ, തൽക്കാലം ബിൽ ഓഫ് എൻട്രിക്ക് പകരം ഫയൽ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് സൈറ്റ്. അപ്പൊ ഗുഡ്സ് എത്തി അസസ് ചെയ്താൽ മാത്രമേ കസ്റ്റംസ് അതോറിറ്റി എന്ത് ചെയ്യുള്ളൂ, ഗുഡ്സിന്റെ ചാർജ് ഒക്കെ എടുക്കുള്ളൂ. ഇത്രയാണ് 3ാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ക്ലിയറിംഗ് ഏജന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തത് എൻഡോഴ്സ്മെന്റ് നടത്തി ഡോക്യുമെന്റ്സ് അയാളെ പേരിലോട്ടാക്കി ഷിപ്പിംഗ് കമ്പനിക്ക് കൊടുത്തു, ഡെലിവറി ഓർഡർ കിട്ടി, അത് കഴിഞ്ഞ് ഡ്യൂസ് അടച്ചു, ബിൽ ഓഫ് എൻട്രി പ്രിപ്പയർ ചെയ്യണം. ബിൽ ഓഫ് എൻട്രി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബിൽ ഓഫ് സൈറ്റ് ആണ് പ്രിപ്പയർ ചെയ്യണത്. ഇനി അത് കഴിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യണം, ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യാന്നാണ് പറയണത്. The clearing agent or importer submits the bill of entry and other required documents to the customs authorities. അപ്പൊ എന്താ ചെയ്യണത്, ക്ലിയറിംഗ് ഏജന്റ് ബിൽ ഓഫ് എൻട്രിയും അതുപോലെ തന്നെ എല്ലാ ഡോക്യുമെന്റ്സും കസ്റ്റംസ് അതോറിറ്റിക്ക് കാണിക്കണം, പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ്സ്. അതായത് ഇപ്പൊ നമ്മള്
ഡോക്ക് ഡ്യൂസ് അടച്ചോ, ഫ്രൈറ്റ് അടച്ചോ, അപ്പൊ അതിന്റെ ബില്ലൊക്കെ ഇയാളുടെ കയ്യിലുണ്ട്. ഇതൊക്കെ ആരെ ഏൽപ്പിക്കണം? കസ്റ്റംസ് അതോറിറ്റിനെ കാണിക്കണം. He pays import duty in case of dutiable goods to the customs authority. ഇപ്പൊ ഡ്യൂട്ടിയബിൾ ഗുഡ്സ് ആണെങ്കിൽ, അതായത് ഇമ്പോർട്ട് ഡ്യൂട്ടി വരുന്ന ഗുഡ്സ് ആണെങ്കിൽ ഇയാളെല്ലാം ഇമ്പോർട്ട് ചാർജും കസ്റ്റംസ് അതോറിറ്റിക്ക് അടയ്ക്കാണ്. ഇനി അപ്പൊ ഇമ്പോർട്ട് ഡ്യൂട്ടി അടച്ചു കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് റിലീസ് ഓർഡർ ഫ്രം ഡോക്കിൽ നിന്ന് അയാളെ ഗുഡ്സ് വിട്ട് കിട്ടാം. അപ്പൊ ആഫ്റ്റർ പേയ്മെന്റ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി, അപ്പൊ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചു കഴിഞ്ഞാലാണ് റിലീസ് ചെയ്യേണ്ടത്. ദ ബിൽ ഓഫ് എൻട്രി ഹാസ് ടു ബി മാർക്ക്ഡ് ബൈ ദ ഡോക്ക്. അപ്പൊ അതിലൊരു മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഡോക്കില്. സൂപ്പറിൻറ്റൻഡന്റ് ആൻഡ് എക്സാമിനർ ആർ ഇൻസ്ട്രക്റ്റഡ് ടു ഫിസിക്കലി എക്സാമിൻ ദ ഗുഡ്സ്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഗുഡ്സ് ഡ്യൂട്ടി അടച്ചു കഴിഞ്ഞതിന് ശേഷം അവര് ഗുഡ്സ് ഒക്കെ പരിശോധിക്കും. ഹി ഗീവ്സ് ഹിസ് റിപ്പോർട്ട് ഓൺ ദ ബിൽ ഓഫ് എൻട്രി. എന്നിട്ട് അത് ബിൽ ഓഫ് എൻട്രിയിൽ അടയാളപ്പെടുത്തും. ആരാണെന്ന് പറയേണ്ട? എക്സാമിനറും സൂപ്പറിൻറ്റൻഡന്റും. അവരാണ് ഇത് പരിശോധിക്കേണ്ടത്. എന്നിട്ട് ബിൽ ഓഫ് എൻട്രിയിൽ സബ്മിറ്റ് അത് കാണിക്കും, എക്സാമിൻ ചെയ്തു എന്നുള്ളത് കാണിക്കും. ആ ബില്ല് അവര് ചെയ്യാന്ന് വെച്ചാൽ പോർട്ട് അതോറിറ്റിക്ക് കൈമാറും. അപ്പൊ എന്താ പറഞ്ഞത്? ബിൽ ഓഫ് എൻട്രി എന്ത് ചെയ്യണ്? കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചു കഴിഞ്ഞാല് ഡോക്കിൽ അത് സബ്മിറ്റ് ചെയ്യും. ഡോക്കില് അവിടെ എക്സാമിൻ ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാല് പോർട്ട് അതോറിറ്റിക്ക് അവർ കൈമാറും. ഹി വുഡ് ഇഷ്യൂ റിലീസ് ഓർഡർ. അപ്പൊ പോർട്ട് അതോറിറ്റി ആണ് റിലീസ് ഓർഡർ ഇഷ്യൂ ചെയ്യണത്. കിട്ടിയ കാര്യങ്ങള് 5 സ്റ്റെപ്പേ ആയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ പറയണത് എൻഡോഴ്സ്മെന്റ്, ഡെലിവറി, ഡ്യൂസ് അടച്ചു, ബിൽ ഓഫ് എൻട്രി തയ്യാറാക്കി, ഇമ്പോർട്ട് ഡ്യൂട്ടി അടച്ചു. ഇമ്പോർട്ട് ഡ്യൂട്ടി അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണ്? ബിൽ ഓഫ് എൻട്രി ഡോക്കിൽ ഏൽപ്പിക്കും. ഡോക്കില് ഫിസിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞാല് പോർട്ട് അതോറിറ്റിക്ക് കൈമാറും. പോർട്ട് അതോറിറ്റി എന്ത് ചെയ്യും? റിലീസ് ഓർഡർ ഇഷ്യൂ ചെയ്യും. ഇനി നമുക്ക് ഗുഡ്സ് എന്ത് ചെയ്യണം? ഡെലിവറി എടുക്കണം. അപ്പൊ റിലീസ് ഓർഡർ വന്നിട്ടേ ഉള്ളൂ നമ്മൾക്കത് ഗുഡ്സ് റിലീസ് ചെയ്ത് എടുക്കണം. The clearing agent takes delivery of goods from the dock after submitting documents like port trust dues receipt, bill of entry, bill of lading. അപ്പൊ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഉണ്ടോ അതെല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഡോക്കിൽ നിന്ന് ഗുഡ്സ് റിസീവ് ചെയ്യണം. If the goods are imported for re-export, the agent or importer will deposit them in a bonded warehouse and receives dock warrant. ഇനി അത് റീ എക്സ്പോർട്ടിനുള്ള ഗുഡ്സ് ആണെങ്കിൽ അവിടെ നിന്ന് തന്നെ നേരിട്ട് ബോണ്ടഡ് വെയർ ഹൗസിലോട്ടാണ് കൈമാറണത്. അപ്പൊ കിട്ടുന്ന ഡോക്യുമെന്റ് ആണ് ഡോക്ക് വാറന്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ പറയണത് നമ്മൾ ഗുഡ്സ് റീ എക്സ്പോർട്ടിന്റെ കേസിലല്ലാന്നുണ്ടെങ്കിൽ റീ എക്സ്പോർട്ട് ചെയ്യാൻ ഇമ്പോർട്ട് ചെയ്തിട്ട് തിരിച്ചു കയറ്റുമതി നടത്താനാണ്. അതും എന്തെങ്കിലും ഫർദർ പാക്കിംഗ് എന്തെങ്കിലും ചെയ്തിട്ട് റീ എക്സ്പോർട്ട് ചെയ്യാനുള്ളതായിരിക്കും. അങ്ങനത്തെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്ലിയറിംഗ് ഏജന്റ് ആ ഗുഡ്സ് ഇമ്പോർട്ടർക്ക് അയച്ചു കൊടുക്കണം. ഇപ്പൊ ക്ലിയറിംഗ് ഏജന്റിന്റെ കയ്യിലാണ് ഗുഡ്സ്. ആ ഗുഡ്സ് എന്ത് ചെയ്യണം? ഇമ്പോർട്ടർക്ക് അയച്ചു കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യണം? ദ ഏജന്റ് ഡെസ്പാച്ചസ് ദ ഗുഡ്സ് ടു ദി ഇമ്പോർട്ടർ ബൈ ദ റെയിൽ ഓർ റോഡ്. ഇപ്പൊ നമ്മൾ കൊച്ചിൻ പോർട്ടിലാണ് നമ്മുടെ ഗുഡ്സ് ഇറങ്ങിയിട്ടുള്ളത്. ഇനി നമുക്കത് എന്ത് ചെയ്യണം? ഇപ്പൊ വേറൊരു സ്ഥലത്താണ് നമ്മുടെ ഇമ്പോർട്ടർ ഉള്ളതെന്ന് വെച്ചാൽ അയാൾക്കത് ഇപ്പൊ കണ്ണൂരാണ് അയാളുടെ വീട്, ഇമ്പോർട്ടർക്ക് അവിടേക്കാണ് അയാളുടെ കമ്പനി, അവിടേക്കാണ് അയച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാല് റെയിൽ മാർഗം റോഡ് മാർഗം എന്ത് ചെയ്യും? ക്ലിയർ ഏജന്റ് ആ ഗുഡ്സ് അയച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ റെയിൽ മാർഗമാണെങ്കിൽ റെയിൽവേ റെസീപ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ലോറി റെസീപ്റ്റ്. അതായത് ഡോക്യുമെന്റ് വേണം. ട്രാൻസ്പോർട്ട് ചെയ്യണേന് ഡോക്യുമെന്റ് വേണം. അപ്പൊ റെയിൽവേ റെസീപ്റ്റ് റെയിൽവേയിലാണെങ്കിൽ, ലോറി റെസീപ്റ്റ് റോഡിലാണെങ്കിൽ ആ ഡോക്യുമെന്റും കൂടെ വേണം. ഇനി സെൻഡിങ് അഡ്വൈസ് ടു ദി ഇമ്പോർട്ടർ. അപ്പൊ ഈ ഗുഡ്സ് ഇവിടെ നിന്ന് കയറ്റി വിട്ടിട്ടുണ്ടെന്ന് എന്ത് ചെയ്യണം? ക്ലിയറിംഗ് ഏജന്റ് ഇമ്പോർട്ടറിനെ അറിയിക്കുകയാണ്. അതാണ് അഡ്വൈസ് എന്ന് പറഞ്ഞാല്. Clearing agent informs the dispatch of goods to the importer and sends railway receipt or lorry receipt with the statements of expenses incurred by him and the commission payable to him for his service. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? ഗുഡ്സ് അയച്ചിട്ടുണ്ടെന്ന് ഇമ്പോർട്ടർ അറിയിക്കും. കൂടെ എന്ത് ചെയ്യും? ഈ ഡോക്യുമെന്റ്സ് ഒക്കെ അയാൾക്ക് അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ അയാളുടെ കമ്മീഷൻ എത്രയാണ്, അയാൾ ചെയ്ത ജോലിക്ക് എത്ര എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട്, ആ വിവരങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇമ്പോർട്ടറിനെ അറിയിക്കണം. ഇമ്പോർട്ടർ ചെയ്തിട്ട് എന്താ ചെന്നിട്ട് ഗുഡ്സിന്റെ ഡെലിവറി എടുക്കുകയാണ്. ഇമ്പോർട്ടർ ടേക്സ് ഡെലിവറി ഓഫ് ഗുഡ്സ് ഫ്രം ദ റെയിൽവേ ഓർ കാരിയർ ആഫ്റ്റർ പ്രൊഡ്യൂസിംഗ് ദ റെയിൽവേ റെസീറ്റ് ഓർ ലോറി റെസീറ്റ്. അപ്പൊ ഇമ്പോർട്ടർ ഗുഡ്സ് റെയിൽവേ റെസീറ്റ് ഒക്കെ അയാളുടെ കയ്യിലുണ്ട്, അത് കാണിച്ചാല് റെയിൽവേന്ന് അല്ലെങ്കിൽ ലോറി റെസീറ്റ് കാണിച്ചാല് ആ ട്രാൻസ്പോർട്ടറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് ഇമ്പോർട്ടർക്ക് വിട്ട് കിട്ടും. അഡ്വൈസ് നോട്ട് എന്ന് പറഞ്ഞാൽ 2 അഡ്വൈസ് നോട്ട് ഇവിടെ വരുന്നുണ്ട്. അഡ്വൈസ് നോട്ട് എന്ന് പറഞ്ഞാല്
ഒരു അഡ്വൈസ് നോട്ട് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടർ ഇമ്പോർട്ടർക്ക് കൊടുക്കണതാ. എന്തൊക്കെ ഗുഡ്സ് വരുന്നുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ട് എക്സ്പോർട്ടർ ഇമ്പോർട്ടർ കൊടുക്കും. ഇവിടുത്തെ അഡ്വൈസ് നോട്ട് എന്ന് പറഞ്ഞാല് ക്ലിയറിംഗ് ഏജന്റ് അയാൾ അവിടെ നിന്ന് എന്ത് ചെയ്യും, പോർട്ടിൽ നിന്ന് എന്ത് ചെയ്യും, വേറെ സ്ഥലത്തോട്ടാണെങ്കിൽ ഇമ്പോർട്ടർക്ക് അയച്ചു കൊടുക്കും. റെയിൽവേയിലോ ലോറിയിലോ ഒക്കെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ആണ് അഡ്വൈസ് നോട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, അപ്പൊ ഡെലിവറി എടുത്തു. അത് കഴിഞ്ഞിട്ട് സെറ്റിൽമെന്റ് ഓഫ് ഇമ്പോർട്ട് ബിൽ, അതായത് പേയ്മെന്റ് ഇമ്പോർട്ടർ എക്സ്പോർട്ടർക്ക് പേയ്മെന്റ് നടത്തണം. അതാണ് സെറ്റിൽമെന്റ് ഓഫ് ഇമ്പോർട്ട് ബിൽ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നേരത്തെ കേസില് LOC ആണ് നമ്മൾ ചെയ്തത്, അതായത് ക്യാഷ് അവിടെ അടച്ചിട്ടില്ല, ബാങ്ക് ഗ്യാരണ്ടിയെ കൊടുത്തിട്ടുള്ളൂ. ഇനി എക്സ്പോർട്ടർക്ക് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ബാങ്ക് ഗ്യാരണ്ടി കൊടുത്തപ്പോൾ എല്ലാ ഡോക്യുമെന്റ്സും ഇമ്പോർട്ടറുടെ കയ്യിലുണ്ട്. ഇനി ഇമ്പോർട്ട് ബില്ല് ആരടയ്ക്കണം? ഇമ്പോർട്ടർ അടയ്ക്കണം. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് പറയണത്. The importer settles the importer bill in the following ways. അപ്പൊ താഴെ പറയുന്ന പ്രകാരം ഇമ്പോർട്ടർക്ക് ബില്ല് അടയ്ക്കാം എന്ന് പറയുന്നത്. ഇമ്പോർട്ടർ കളക്ട്സ് ഷിപ്പിംഗ് ഡോക്യുമെന്റ് ആഫ്റ്റർ പേയ്മെന്റ്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, ഷിപ്പിംഗ് ഡോക്യുമെന്റ് കളക്ട് ചെയ്ത സ്റ്റെപ്പ് പറഞ്ഞില്ലേ, അപ്പൊ ഷിപ്പിംഗ് ഡോക്യുമെന്റ് കളക്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, പേയ്മെന്റ് കൊടുക്കാം. അതായത് ബാങ്കാണ് ഷിപ്പിംഗ് ഡോക്യുമെന്റ് ഇമ്പോർട്ടർക്ക് കൈമാറണത്. അതായത് എക്സ്പോർട്ടേഴ്സ് ബാങ്ക് ഇമ്പോർട്ടേഴ്സ് ബാങ്കിന് കൊടുക്കും, ഇമ്പോർട്ടേഴ്സ് ബാങ്ക് എന്ത് ചെയ്യും, ഇമ്പോർട്ടർക്ക് കൊടുക്കും. അപ്പൊ ഇമ്പോർട്ടേഴ്സ് ബാങ്കിന്റെ കയ്യിൽ നിന്ന് ഷിപ്പിംഗ് ഡോക്യുമെന്റ് മേടിക്കുമ്പോൾ തന്നെ അതിന്റെ പൈസയും കൂടിയും കൊടുക്കാം. അപ്പൊ ഇമ്പോർട്ടേഴ്സ് ബാങ്ക് എക്സ്പോർട്ടേഴ്സ് ബാങ്കിന് കൊടുത്തോളും, എക്സ്പോർട്ടേഴ്സ് ബാങ്ക് എക്സ്പോർട്ടറിന് കൈമാറിക്കോളും. ഈ രണ്ടാമത്തെ മാർഗം എന്ന് പറഞ്ഞാല് ഇമ്പോർട്ടർ ഗെറ്റ്സ് ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് ആഫ്റ്റർ പേയ്മെന്റ്സ് ഓഫ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഇൻ ദ കേസ് ഓഫ് ഡോക്യുമെന്റ്സ് അഗെയിൻസ്റ്റ് പേയ്മെന്റ്സ്. പിന്നെ രണ്ടാമത്തെ മാർഗം എന്ന് പറഞ്ഞാല് DBAR-P ആണ്, അതായത് ഡോക്യുമെന്റ്സ് അഗെയിൻസ്റ്റ് പേയ്മെന്റ്. ഇതൊന്ന് നോക്കി വെക്കണം, ഡോക്യുമെന്റ് അഗെയിൻസ്റ്റ് പേയ്മെന്റ്സും ഡോക്യുമെന്റ് അഗെയിൻസ്റ്റ് ആക്സെപ്റ്റൻസ്, അതൊന്ന് നോക്കണം കേട്ടോ. ഇപ്പൊ 2 മാർക്കിനൊക്കെ വേണമെങ്കിൽ വരാം. എന്നാല് എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഇമ്പോർട്ടർ എന്ത് ചെയ്യും, ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് കിട്ടും. എങ്ങനെ കിട്ടണത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് പേ ചെയ്യാം, അതായത് ഡോക്യുമെന്റ് അഗെയിൻസ്റ്റ് പേയ്മെന്റ്സ്, അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യണ മാർഗമാണ്. അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡോക്യുമെന്റ്സ് കൈമാറണമെങ്കിൽ അയാൾ എന്ത് ചെയ്യും, പേയ്മെന്റ് നടത്തണം. അപ്പൊ അങ്ങനെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്തതെന്ന് വെച്ചാല് അതിന് പറയുന്ന ഡോക്യുമെന്റ്സ് എഗെയിൻസ്റ്റ് പേയ്മെന്റ്സ് എന്നാണ് ആ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ പറയണത്. ഇനി ഡോക്യുമെന്റ് അഗെയിൻസ്റ്റ് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാല് പേയ്മെന്റ് നമ്മൾ കൊടുക്കണില്ല. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തെന്നാ, ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് എന്തെന്നാ പറയാ, ഇപ്പൊ ഡ്രോയർ, രണ്ടാൾക്കാരുണ്ട്, ഡ്രോയർ ഉണ്ട്, ഡ്രോയി ഉണ്ട്. അതായത് സെല്ലറും ഉണ്ട്, ഒരു ബയ്യറും ഉണ്ടായിരിക്കും. അപ്പൊ സെല്ലർ ഗുഡ്സ് ക്രെഡിറ്റിന് വിൽക്കുമ്പോ, ക്രെഡിറ്റിന്റെ കേസിലാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് വരുള്ളൂ. അതായത് കടമായിട്ട് സാധനങ്ങൾ കൊടുക്കുമ്പോ എന്ത് ചെയ്യും, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് എഴുതി തയ്യാറാക്കും സെല്ലർ. എന്നിട്ട് എന്താ ചെയ്യാ, ബയ്യറെ കൊണ്ട് അതില് സൈൻ ചെയ്യിക്കും. അതായത് സൈൻ ചെയ്താൽ എന്തായി, അത് ലീഗലി എന്ത് ചെയ്യാൻ പറ്റും, അയാൾ കൊടുക്കേണ്ടതായി. പിന്നെ എക്സ്പോർട്ടർക്ക് എന്ത് ചെയ്യാം, പൈസ, എക്സ്പോർട്ടർക്കല്ല സെല്ലർക്ക് പൈസ കിട്ടാൻ എന്ത് ചെയ്യാം, നിയമപരമായിട്ട് നടപടി എടുക്കാൻ പറ്റും. അതിനെയാണ് ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് ഡ്രോയി അതുമ്മ സൈൻ ചെയ്യും. അപ്പൊ ഇവിടുത്തെ ഒന്നാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ്സ് എഗെയിൻസ്റ്റ് പേയ്മെന്റ്സ് പറഞ്ഞാൽ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്തിട്ടുള്ള എങ്ങനെയാന്ന് വെച്ചാല് ഡോക്യുമെന്റ്സ് കിട്ടണമെങ്കിൽ പേയ്മെന്റ് നടത്തണം എന്നാണ് ഒന്നാമത്തെ പറയണത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാല് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്താൽ മതി, ഡ്രോയി, അതായത് ബയ്യർ സൈൻ ചെയ്യുക. അതാണ് ഡോക്യുമെന്റ് അഗെയിൻസ്റ്റ് ആക്സെപ്റ്റൻസ് പറഞ്ഞത്. ഇവിടെ പറയുന്നുണ്ട് ഇമ്പോർട്ടർ ഗെറ്റ്സ് ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് ആഫ്റ്റർ ഗിവിംഗ് acceptance on bill of exchange in the case of documents against acceptance. Documents against acceptance ആണെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്താൽ തന്നെ ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് കിട്ടും. ഡോക്യുമെന്റ്സ് എഗെയിൻസ്റ്റ് പേയ്മെന്റ് ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രം കിട്ടില്ല, ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് പേയ്മെന്റ് നടത്തിയാലേ ഡോക്യുമെന്റ്സ് കിട്ടുള്ളൂ. അതാണ് അവ തമ്മിലുള്ള വ്യത്യാസം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഡോക്യുമെന്റ്സ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇമ്പോർട്ട് ട്രേഡിന് യൂസ് ചെയ്യുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇമ്പോർട്ട് ലൈസൻസ്, ഇൻഡന്റ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ബിൽ ഓഫ് എൻട്രി, ബിൽ ഓഫ് സൈറ്റ്, പോർട്ട് ട്രസ്റ്റ് ഡ്യൂസ് റെസിപ്റ്റ്, ബിൽ ഓഫ് ലേഡിംഗ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് അഡ്വൈസ്. ഈ ഡോക്യുമെന്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഡോക്യുമെന്റ്സ്, ബിൽ ഓഫ് എൻട്രി, ബിൽ ഓഫ് സൈറ്റ് നമ്മളുടെ ഡിഫറൻസ് നോക്കാം. ബിൽ ഓഫ് ലേഡിംഗ് എന്താണെന്ന് പഠിക്കുക. അഡ്വൈസ് നോട്ട് 2 എണ്ണം വരുന്നുണ്ട്. എക്സ്പോർട്ടർ കൊടുക്കുന്നതും ഉണ്ട്, ക്ലിയറിംഗ് ഏജന്റ് ഇമ്പോർട്ടർ കൊടുക്കുന്നതും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റെപ്പായിട്ട് പറയണത്. ഇതില് സംശയം വല്ലതും തോന്നണുണ്ടാ? വായിച്ചു നോക്കാട്ടാ.
അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സി ആണ് എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സും ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക, മനസ്സിരുത്തി വായിക്കുക. വായിച്ചു നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. കേട്ടാ? ക്ലിയർ ആണോ? നാളെ ഫ്രൈഡേ അല്ലേ? നാളെ വൈകിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, 5 മണിക്ക് ക്ലാസ് വയ്ക്കുക, വൈകുന്നേരം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്നാ. ഇനി നാളെ എടുക്കാം. അപ്പൊ ശരി എന്നാ. ഓക്കെ.